ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വയനാട് ലോക്സഭാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് വേണ്ടി നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി നിലമ്പൂരിലെത്തിയത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആനി രാജയെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനം. BJP ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യത്തിന്റെ വഞ്ചകരായി കോൺഗ്രസും മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനുള്ള നീക്കം RSSന്റെ അജണ്ടയാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ നിയമവ്യവസ്ഥകൾ അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നുവരികയാണ്. ജുഡീഷ്യറിയെ പോലും സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാത്ത ഇടപെടലുകളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് അവരുടെ നിലപാടുകളിൽ നിന്നും മെല്ലെ മെല്ലെ വലിയ തോതിലുള്ള അയവ് വരുത്താൻ തുടങ്ങി. ഇത് BJP RSS താൽപര്യം പ്രാപിക്കുന്നിടത്തേക്കെത്തി. ഇത് BJPയുടെ വളർച്ചയ്ക്ക് കാരണമായതായും മുഖ്യമന്ത്രി ആരോപിച്ചു. മതനിരപേക്ഷത അംഗീകരിച്ച രാഷ്ട്രമാണ്. മതനിരപേക്ഷത ഇന്ത്യ അംഗീകരിക്കുമ്പോൾ തന്നെ മതനിരപേക്ഷതയല്ല വേണ്ടത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ് ആവേണ്ടത് എന്ന വാദക്കാരുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായി ഈ പ്രശ്നം ചർച്ച ചെയ്തു. അങ്ങനെയാണ് മതനിരപേക്ഷ രാഷ്ട്രമെന്ന നിലയിലേക്ക് എത്തിയത്. ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെല്ലാം അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെട്ടു. മതനിരപേക്ഷത അംഗീകരിച്ചപ്പോൾ ആ അംഗീകരിച്ച മതനിരപേക്ഷതയെ തള്ളിപ്പറഞ്ഞത്, ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞവര് ഇന്ത്യയിലുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ യാസർ അറഫാത്തിനെ ചേർത്ത് പിടിച്ച് പാലസ്തീനൊപ്പമായിരുന്നു ഇന്ത്യയുടെ നിലപാട്. എന്നാൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോഴാണ് ഇസ്രായേലിന് അനുകൂല നിലപാട് സ്വീകരിച്ചു തുടങ്ങിയത്. നരേന്ദ്രമോദി സർക്കാർ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനങ്ങളുടെ കരുത്തിന് മുൻപ് പലരും തോറ്റ അനുഭവമുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ഇന്ത്യയാണ് ഇന്ദിര എന്ന കോൺഗ്രസ് മുദ്രാവാക്യത്തിന് കോൺഗ്രസിനെ 1977 തോൽപ്പിച്ചുകൊണ്ടാണ് ജനം മറുപടി നൽകിയത്. 2004 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി തോൽപ്പിച്ചും ജനം മറുപടി നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കും ജനങ്ങളുടെ കരുത്ത് മറുപടി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ ആനി രാജയ്ക്കെതിരെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായതിനെയും അദ്ദേഹം വിമർശിച്ചു. 45 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ആനി രാജയ്ക്ക് അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. സ്ഥാനാർത്ഥി ആനി രാജ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ, CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റ് KP പീറ്റർ, RJD നേതാവ് രാജമോഹൻ, NCP S ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ്, INL പ്രതിനിധി പറാട്ടി കുഞ്ഞാൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് MA തോമസ്, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.